സുനിൽ, ഇപ്പോൾ നിർഭൻ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ മുൻപ് പല സാഹചര്യങ്ങളിലും പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങളുണ്ട്. സ്വാഭാവികമായും ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് നിലമ്പൂരിൽ UDF എത്തുമ്പോൾ മുൻപ് തന്നെ നമുക്കറിയാവുന്നതുപോലെ 2016 ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം വെക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായ എതിർപ്പ് ഉന്നയിച്ചത് മുസ്ലിം ലീഗ് ആയിരുന്നു. ഇതിന് മുൻപുള്ള ഇവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ നോക്കൂ, സമാനമായ രീതിയിൽ തന്നെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നു. വേദിയിൽ പല തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ, ഈ വികാര പ്രകടനങ്ങളൊക്കെ നടക്കുന്നത് നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പാണക്കാട് കുടുംബം വിട്ടു നിൽക്കുന്നു. ഒപ്പം തന്നെ അൻവർ വിഷയത്തിൽ അൻവറിന് അനുകൂലമായി നിലപാടെടുത്തിരുന്ന കെ സുധാകരൻ വിട്ടു നിൽക്കുന്നു. എന്താണ് ഇതിൽ നിന്നും കാണേണ്ടത്? അസിത, ഇതിനകത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ബന്ധം നിലനിൽക്കുന്ന ഒരു കുടുംബമാണ്. എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ ചർച്ച നടത്തിയതിന് ശേഷമായിരിക്കും മുസ്ലിം ലീഗ് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുക. പക്ഷേ ആ ഒരു കുടുംബത്തിനെതിരെ ആര്യാടൻ മുഹമ്മദ് രംഗത്തെത്തിയത് നമ്മളെല്ലാവരും കണ്ട ഒരു കാഴ്ചയായിരുന്നു. അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ലീഗിനകത്ത് നേരത്തെ തന്നെ ഇരുന്ന അത്തരത്തിലുള്ള ഒരു എതിർപ്പ്, അമർഷം മറനീക്കി പുറത്തു വരുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനകത്ത് പ്രതിഫലിച്ചത്. നേതാക്കൾ, ഷാജി അടക്കമുള്ള നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ തന്നെ രൂക്ഷമായി തന്നെ കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നിതാ മുനീർ അടക്കമുള്ള നേതാക്കളും കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് വളരെ വ്യക്തമായി പറയേണ്ട ഒരു കാര്യം, ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഏകപക്ഷീയമായ നിലപാട് VD സതീശൻ എടുത്തതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ലീഗ് നേതാക്കളിൽ അമർഷമുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം മേഖലയെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബവുമായി ഏറ്റവും അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകുന്ന മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിനെ മുഖവിലേക്കെടുക്കാതെ, അല്ലെങ്കിൽ അവരുടെ പോലും അഭിപ്രായങ്ങൾ മുഖവിലേക്കെടുക്കാതെ ഒരു മുന്നണിയുടെ ഒരു മുന്നണി മര്യാദകൾ പോലും പാലിക്കാതെ ഏകപക്ഷീയമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനെയാണ് ലീഗും ഇപ്പോൾ കാരണം ഈ പാണക്കാട് കുടുംബത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അന്ന് ആര്യാടൻ മുഹമ്മദും അതിനുശേഷം ആര്യാടൻ മുഹമ്മദ് തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നീട് മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരുന്ന സാഹചര്യവും, പാണക്കാട് കുടുംബത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് ആര്യാടൻ മുഹമ്മദും അതുപോലെ തന്നെ അവരുടെ കുടുംബവും രംഗത്തെത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഫലനം അവിടെ ഉണ്ടായിരുന്നു. എതിർപ്പിൻ്റെ രൂപത്തിലുള്ള ഒരു പ്രതിഫലനം അവിടെ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് കൃത്യമായി ഇപ്പോൾ അത് പ്രതിഫലിച്ചു വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു അവരുടെ മനസ്സിനകത്തുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വൈരാഗ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ UDF കൺവെൻഷനകത്ത് നിന്ന് വിട്ടുനിന്ന് അവർ അമർഷം രേഖപ്പെടുത്തിയെന്നുള്ളതാണ്. സാദിഖ് അലി ഹജ്ജ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്താണ് എങ്കിൽ, സൗദിയിലാണെങ്കിൽ പോലും അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും ഇതിനകത്ത് പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ആരും പങ്കെടുത്തില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ മനസ്സിനകത്തുള്ള കൃത്യമായിട്ടുള്ള എതിർപ്പ്. അല്ലെങ്കിൽ നേരത്തെ എന്തൊക്കെയാണ് ആര്യാടൻ്റെ കുടുംബത്തോട് കാട്ടിയത് എന്നുള്ളത്, അത് രാഷ്ട്രീയപരമായി തന്നെ അതിന് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു കുടുംബം രംഗത്തെത്തിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ, മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ തന്നെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ, കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഒന്നും ഈ കൺവെൻഷനകത്ത് പങ്കെടുക്കുന്നില്ല. ഇത് ഏകപക്ഷീയമായിട്ടുള്ള VD സതീശൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള കൺവെൻഷനായി മാറി എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് പറയേണ്ട കാര്യം. കാരണം ജോയിയെ സ്ഥാനാർത്ഥിയായി വെക്കണമെന്നുള്ള ഒരു ഭാഗത്ത് നിന്നുള്ള ആവശ്യവുമായി ആദ്യം എത്തുകയും അതിനുശേഷം അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം UDF ഒരു രാത്രി കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ എതിർപ്പുകൾ മറനീക്കി പുറത്തു വരികയും അന്ന് ഈ ഒരു ആവശ്യവുമായി അല്ലെങ്കിൽ UDFുമായി ചർച്ച നടത്തിക്കൊണ്ട് രംഗത്ത് വരാനായി അൻവർ ശ്രമിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അത് ഒഴിവാക്കിയതിനെതിരെ കൃത്യമായി തന്നെ കെ സുധാകരൻ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മുസ്ലിം ലീഗ് അവരുടെ എതിർപ്പ് രേഖപ്പെടുത്തിയത്. അത് തുടർച്ചയെന്നോണം കഴിഞ്ഞ ദിവസത്തെ യോഗത്തിന് ഷാജിയും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി, ഷാജി അതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ആ എതിർപ്പിനെ കൃത്യമായി എതിർപ്പ് അംഗീകരിക്കുകയും ആ എതിർപ്പിനെ കോൺഗ്രസിനകത്ത് കൃത്യമായി കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ള തരത്തിൽ തന്നെ സംസ്ഥാന യോഗത്തിൽ തീരുമാനങ്ങൾ വരികയും ചെയ്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുണ്ടായത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ മുനീർ തന്നെ പറഞ്ഞത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല
എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറം മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം അവിടെ വരുന്ന വോട്ടുകളുടെ ശതമാനം എത്രയാണ് എന്നുള്ളത്. തീർച്ചയായും സുനിൽ, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ വിട്ടുനിൽക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്നുള്ളതാണ്. അല്പം മുമ്പ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടത് UDFന്റെ ഇന്നത്തെ കൺവെൻഷന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെയും അഭാവം നമുക്ക് ആ വേദിയിൽ കാണാനും സാധിക്കും.